ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പടം ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം ഒരു ആക്ഷൻ ത്രില്ലറിൽ ആ ഒരു രീതിയിലേക്ക് ഒരു കൊമേഴ്ഷ്യൽ എലമെൻസ് ഉള്ള ഭയങ്കര BGM ഭയങ്കര സൂപ്പർ ഹീറോ ആ ഒരു കൺസെപ്റ്റുള്ള ആ ഒരു ടൈപ്പിലേക്ക് പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫായിട്ട് ഒരു ബന്ധവുമില്ല. കഥ ഫുള്ളായിട്ട് മാറിപ്പോയി. ഫസ്റ്റ് ഹാഫിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ആ ഒരു ക്യാരക്ടറായാലും ആ ഒരു തീമായാലും എല്ലാം മാറി. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ കുറച്ച് ബിഗ് ക്യാൻവാസിൽ വേറെ പുതിയ ക്യാരക്ടേഴ്സ് വന്ന് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പിന്നെ പടം കുറച്ച് കൺഫ്യൂഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സീൻസ് കാണിക്കാൻ ഡയലോഗ്സിലൂടെയാണ് പടം കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞ് നമ്മളെ ഒട്ടും കണക്ട് ചെയ്യില്ല. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യില്ല. അതിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രതീക്ഷിച്ച് ഞാനും വന്നത്. ഫസ്റ്റ് ഹാഫിൽ ഏകദേശം അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. കുറേ ടെസ്റ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മാസ് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ട് എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ഒരു ആവറേജ് എക്സ്പീരിയൻസ്. ടെക്നിക്കലി പടം ഓക്കെയാണ്, വയസ്സാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പടം അതില്ല. പടം ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല പടം എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ഇവിടെ വരുന്നത്, അങ്ങനത്തെ രീതിയിലാണ്. പിന്നെ പടം ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടുന്ന പടമാണ്. താങ്ക് യു. സ്റ്റാർട്ടിങ് നല്ലൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ട്രെയിലർ വരാകുമ്പോൾ അത്യാവശ്യം കൊള്ളാം. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഓവറായിട്ട് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സൈഡ് വന്നിട്ട് സോ അത് കുറച്ച് ഓവറായെന്ന് തോന്നി. പക്ഷേ ക്ലൈമാക്സിനനുബന്ധിച്ച് നൈസായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫ്ലൈറ്റ് സീക്വൻസിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരുന്നൊരു സംഭവം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ആയിരുന്നു. CG ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും കൺവിൻസിങ് ആയിരുന്നു. നമുക്കൊരു സീനിൽ പോലും മേക്ക് ചെയ്തത് അയ്യേ തോന്നിയില്ല. സോ ദാറ്റ് വാസ് ഗുഡ്. ബാക്കി ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പൈസ വസൂൽ ത്രില്ലർ മൂവിയാണ്. തിയേറ്റർ സ്റ്റഫാണ്. കാരണം മേക്കിംഗ് വൈസ് സൗണ്ട് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും തിയേറ്ററിൽ ഒന്ന് കാണാനുള്ള ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഡൗൺ തോന്നിയത് തൃശ്ശയുടെ കൊണ്ടുകൊണ്ട് തൃശ്ശയ്ക്ക് വേണ്ടിയ ഒരു ക്യാരക്ടർ തൃശ്ശൂരിൽ നിന്ന് നമ്മളൊരു പ്രതീക്ഷയില്ല. അത് എനിക്ക് ആക്ച്വലി മൂവിയിലൊന്നും തോന്നിയില്ല. സോ മേ ബി മാർക്കറ്റിംഗ് കൊണ്ടായിരിക്കും. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ മൂവീസ് ഗുഡ് ബട്ട് ഗോ ഫോർ ഹാപ്പി. അല്ലേ ടോമിൻ്റെ കരിയറിലെ ബെസ്റ്റ് മൂവിയായി. അതിലൊക്കെ ആവശ്യത്തിനായിട്ട് ഫാമിലിക്ക് ആക്ഷൻ ത്രില്ലറാണ്. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ഇത്രയും മൂവിയാണ്. എഡിറ്റിംഗ് നല്ലതാണ്. സ്ക്രീൻ പ്ലേ ഡാൻസ് എല്ലാം നല്ലതാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. മേജർലി ആയാലും നമ്മുടെ പൊന്നിയൻ സെൽവത്തിൽ കണ്ടകാളിലൊക്കെ ലുക്ക് ഉണ്ടോ അവിടെ മാർക്കോട്ട് ലെവലിലേക്ക് വരും. നല്ലൊരു എൻ്റർടൈനറാണ്. ടോമിലൂടെ രാജാവ് നമ്മൾ താഴത്തെ പുറത്തേ പോലെ ഇവിടെ ടോമിലൂടെ കറാൻ പറഞ്ഞു. നല്ല എൻ്റർടൈനർ. നല്ല മാർക്കോട്ട് നല്ല വർഷത്തെ വരച്ചിട്ടായി സുന്ദരക്കുട്ടനായിട്ടുള്ള തീർച്ചയായിട്ടുമില്ല. കല്യാണം പെരേരയ്ക്കുള്ള പെരേര ഏതോ ഡോക്ടറെ കളിക്കാൻ പോകുന്നു എന്നത് പുള്ളിക്കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കൂട്ടുകാരി വന്നു. കൂട്ടുകാരി കാനഡയിലല്ലേ അത് ഇടാറുണ്ട്. കാനഡയിൽ പോകണ്ടോ പെണ്ണിനെ കാണാൻ? അത് മാരീഡാണ്. കല്യാണം കഴിച്ച ആളാണ്. കല്യാണം കഴിയാത്ത ആളുടെ പേര് ടീനാണ്. വലിയ എഞ്ചിനീയർ മറ്റേ വലിയ ജോലിക്കാരിക്കാണ്. പുള്ളിക്കാരത്തി വന്നാണ്. തീർച്ചയായിട്ടും വിജയം കൊണ്ടുപോയില്ല. വിജയ് അത് വിവാദമായത് മാത്രമാണ്. നമ്പറുണ്ട്. വിളിക്കാറുണ്ട്. എന്നിട്ട് തെറി പറയോ? തെറി പറയില്ല. പിന്നെ അച്ഛനൊക്കെ വീട്ടിൽ അച്ഛനൊക്കെ ഡിവോഴ്സായിരുന്നു. കല്യാണം കഴിഞ്ഞ ഓക്കെ. കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും അതേപോലെ കഥയുടെ കാര്യത്തിലായാലും ഓരോ ഫ്രെയിമുകളുടെ കാര്യത്തിലായാലും നല്ലൊരു ഡയറക്ഷൻ, കൈയടക്കമുള്ള ഡയറക്ഷൻ ആയാലും നല്ല ഒരു മ്യൂസിക്കും എല്ലാം തികഞ്ഞ ഒരു നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. ഈ ഒരു ചിത്രം 100 കോടി ക്ലബിൽ കയറും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാത്തരം പ്രേക്ഷകരും അന്യഭാഷയിലുള്ള പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയാണ്. സിനിമ കണ്ടായിരുന്നുണ്ടോ? സിനിമ കണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് കണ്ടപ്പോൾ തോന്നി ഒരു തിരക്ക് ഭയങ്കര ക്രൗഡാണ്.